ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ഫെസ്റ്റിവൽ കൈൻഡ് ഓഫ് പോസ്റ്റേഴ്സ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ കാണുന്ന പോലെ ഇങ്ങനത്തെ ഒരു പോസ്റ്റർ ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം വേണ്ട ഒരു പ്ലാനാണ് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ആദ്യം ടൈറ്റിൽ ഉണ്ടാക്കണം. ഓക്കെ, പിന്നെ അതിൻ്റെ ഫോട്ടോഷോപ്പ് ഫയൽ ഉണ്ടാക്കണം. പിന്നെ അതിലേക്ക് ഒബ്ജക്റ്റുകൾ, നമ്മളുടെ ആൾക്കാരെയും അതിൻ്റെ സാധനങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. പിന്നെ അതിലേക്ക് ടെക്സ്ചർ ആഡ് ചെയ്യുക, പിന്നെ ലൈറ്റ്സ് ആൻഡ് ഷാഡോസ് കൊടുക്കുക, പിന്നെ കളർ ഗ്രേഡിങ് ചെയ്യുക ലാസ്റ്റ്. ഇങ്ങനെ ഒരു 6 സ്റ്റെപ്പാണ് ഞാൻ കാണിക്കുന്നത്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ പോകാൻ പോകുന്നത്. അതിലേക്ക് ടൈറ്റിൽ ഉണ്ടാക്കണം. അപ്പോൾ ഓണം വരാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഓണം ബേസ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഒരു പുതിയ പോസ്റ്റർ ഞാൻ വെറുതെ ഉണ്ടാക്കുകയാണ്. കാരണം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫോട്ടോഷോപ്പിലാണ്. അതുകൊണ്ട് ഇല്ലസ്ട്രേറ്ററിൽ ഏത് ഡോക്യുമെൻ്റ് എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യാൻ പോകുന്നത് FML TT ഗൗരി ഹെവി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോണ്ടിലാണ് ടൈപ്പ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ടെക്സ്റ്റ് ഉണ്ടാക്കണം അല്ലേ. ടെക്സ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്ന വെബ്സൈറ്റ് ഗൂഗിളിൻ്റെ തന്നെയാണ്. അതിൽ ഞാൻ ഓണോത്സവ് എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഞാനത് പൂരത്തിന് കൊടുക്കുന്നില്ല. ഒരു ഓണം ബേസ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ് ഞാൻ മനസ്സിലേക്ക് എഴുതിയിട്ടുള്ളത്. ഇത് FMLലേക്ക് കൺവേർട്ട് ചെയ്യണം. ഈ ഒരു യൂണിക്കോഡ് ഫോണ്ട് FMLലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിന് ഞാൻ ടൈപ്പിറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ടൈപ്പിലേക്ക് കൺവേർട്ട് പേസ്റ്റ് ഫ്രം യൂണിക്കോഡ് ഓണോത്സവ്. ഓക്കെ, സെലക്ട് ചെയ്യുക, കോപ്പി ടു FML. ഓക്കെ, ഇനി അതിവിടെ വന്നിട്ട് ജസ്റ്റ് പേസ്റ്റ് ചെയ്യാണ്. പേസ്റ്റ് ചെയ്തു. അത് ഏത് ഫോണ്ടാണ്? TT ഗൗരി ഹെവി എന്ന് പറഞ്ഞിട്ടുള്ള ഫോണ്ടാണ് കേട്ടോ. TT ഗൗരി ഹെവി, ഇതാണ് ഫോണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഫോണ്ട് വെച്ചിട്ടാണ് ഞാൻ ആ ഒരു ലോഗോ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മളെ പൂരം എന്നൊക്കെ എഴുതിയിട്ടുള്ള ടൈപ്പ് ഫോണ്ടുകളുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തെയ്യം, അങ്ങനത്തെ ഒക്കെ ഉറക്കുമ്പോൾ ദേഷ്യം, ഇങ്ങനത്തെയൊക്കെ ഉണ്ടാക്കണ്ടേ നമുക്ക്. അപ്പോൾ അതിന് പറ്റിയിട്ടുള്ളൊരു ഫോണ്ടാണ് ഈ ഒരു TT ഗൗരി എന്ന് പറയുന്നത്. ഗൗരി ഹെവി, TT ഗൗരി ഹെവി. ഓക്കെ, ഫസ്റ്റ് ഞാനിത് ഇനി ഔട്ട്ലൈൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ Ctrl+Shift+O അടിച്ചാൽ ഫോണ്ടിൽ നിന്ന് മാറിയിട്ട് നോർമൽ ലെയറായിട്ട് മാറും. ഓക്കെ, അപ്പോൾ നമുക്കത് ചെയ്യാം. അപ്പോൾ കർവായി നോർമൽ ലെറ്റർ അല്ല, നോർമൽ കർവായിട്ടുള്ള ഒരു ഇതിപ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. കണ്ടോ, അങ്ങനെ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇതിനി എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇല്ലസ്ട്രേറ്റർ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് മാറ്റങ്ങൾ വരുത്താൻ പോവാണ്. കാരണം ഒരു ലെറ്ററാണല്ലോ. അപ്പോൾ അതിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തുകയാണ്. ഓക്കെ, ഇതൊക്കെ ഫോട്ടോഷോപ്പിലും ചെയ്യാം. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാന്നേ ഉള്ളൂ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഈ പ്രോസസ്സൊക്കെ ഇതിലും ചെയ്യാം. ഓക്കെ, ഇനി പെൻസിൽ ടൂൾ എടുത്തിട്ട് സെലക്ട് ചെയ്ത് ബ്രഷ് സെലക്ട് ചെയ്തിട്ട്
ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ടെക്സ്റ്റ് കിട്ടി. ഇത് നമുക്ക് കുറച്ച് താഴ്ത്താം. ഓക്കെ, ഇതും കുറച്ച് താഴ്ത്തണം. ഇനി ഓക്കെ, ഇത്ര ടെക്സ്റ്റ് കിട്ടി. ഈ ടെക്സ്റ്റ് നേരെ കോപ്പി എടുത്ത് ഇനിയാണ് നമ്മൾ ഫോട്ടോഷോപ്പിൽ ഡോക്യുമെൻ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. ആ ഡോക്യുമെൻ്റ് സൈസ് എന്ന് പറയുന്നത് 2800 3500 ആണ്. 2500 3500 കൊടുക്കാൻ കാരണം 2800 3500 കേട്ടോ. 3500 കൊടുക്കാൻ കാരണം 4:5, അതായത് ഇൻസ്റ്റാഗ്രാമിൻ്റെ റേഷ്യോക്ക് അനുസരിച്ചുള്ള പോസ്റ്ററാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഈ ഒരു ടൈറ്റിൽ കൊണ്ടുവന്നിടണം. അപ്പോൾ അത് കോപ്പി എടുത്ത് ഇവിടെ ഫോട്ടോഷോപ്പിലേക്ക് പേസ്റ്റ് ചെയ്യാണ്. സ്മാർട്ട് ഒബ്ജക്റ്റ് ആയിട്ട് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്ത് ഓക്കെ, ഓക്കെ പേസ്റ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ തന്നെ ആയിരിക്കും നല്ലത് എന്നുള്ളത് നമ്മൾ ഫിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ കൊടുക്കേണ്ടത് എന്താ വെച്ചാൽ എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് കൊടുക്കണം. ഒരു ഇംഗ്ലീഷിൽ എന്തെങ്കിലും ഒരു ഒതൻറ്റിസിറ്റി ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ടെക്സ്റ്റ് എന്തെങ്കിലും കൊടുക്കാം. അതിലിപ്പോൾ നമുക്ക് പ്രോക്സിമ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോണ്ട് എടുക്കാം. ഇതിൻ്റെ ഒരു ഫേവറേറ്റ് ഫോണ്ടാണ് പ്രോക്സിമ. ഓണം മഹോത്സവ മേള 2025 കൊടുക്കാം, വെറുതെ ഒരു പേര്. ഓക്കെ, അതും കൊടുത്ത് കോപ്പി ചെയ്ത് ഇവിടെ വന്ന് പേസ്റ്റ് ചെയ്ത് ഈ ഒരു ടൈറ്റിൽ എങ്ങനെ കുറച്ചും കൂടി ഭംഗിയാക്കി ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ ഞാൻ പിന്നെ ഇടാം. കാരണം ടൈറ്റിലിൻ്റെ ട്യൂട്ടോറിയലല്ല ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ മാനിപ്പുലേഷനാണ്. അതായത് നമുക്ക് ഇങ്ങനത്തെ ഒരു പൂരം ടൈപ്പ് പോസ്റ്റർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതൊന്ന് മൈൻഡിൽ വെക്കുക. കാരണം ടൈറ്റിൽ ഞാൻ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിപ്പോയി. മറ്റേത് ഞാൻ ഓരോ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്താ വേണ്ടത് വെച്ചാൽ ഇതിൽ ഇപ്പോൾ തന്നെ നമ്മളെല്ലാം ഇത് കൊടുക്കരുത്. അതായത് ഇതാണ് സംഭവം. ക്രിയേറ്റ് ടൈറ്റിൽ അത് ഞാൻ ഉണ്ടാക്കി, ഡോക്യുമെൻ്റ് ഉണ്ടാക്കി. ഇനി അറേഞ്ച് ഒബ്ജക്റ്റ്. ഇപ്പോൾ തന്നെ നമ്മൾ ഈ 6ഉം 7ഉം 6ഉം 5ഉം 4ഉം 5ഉം 6ഉം ഈ സ്റ്റെപ്പുകളിലേക്ക് പോകരുത്. നമ്മൾ ആദ്യം നമുക്ക് എന്താ വേണ്ടതെന്നുള്ളൊരു സംഭവം പ്ലാൻ ചെയ്യണം. അപ്പോൾ ആദ്യം അറേഞ്ച് ഒബ്ജക്റ്റാണ് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റിയിട്ടുള്ള അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ടുള്ളൊരു മെയിൻ ഫിഗർ ഉണ്ടാവും, പിന്നെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഫിഗേഴ്സ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ പൂരം പോസ്റ്റേഴ്സ് കാണുമ്പോൾ തന്നെ അപ്പോൾ ഇതിലാണെന്നുണ്ടെങ്കിൽ ഇതാണ് മെയിൻ ആയിട്ടുള്ളൊരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ 2 സപ്പോർട്ടിംഗ് ക്യാരക്ടേഴ്സ്. അതേപോലെ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇതിലും അതേപോലെ തന്നെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു ക്യാരക്ടർ, പിന്നെ കുറച്ച് സപ്പോർട്ടിംഗ് ക്യാരക്ടേഴ്സ്, പിന്നെ അതിൽ തന്നെ കുറച്ചും കൂടി മെയിൻ ആയിട്ടുള്ളൊരു വേറൊരു ക്യാരക്ടർ. അപ്പോൾ ഇങ്ങനെ കുറച്ച് സംഭവങ്ങളാണുള്ളത്. ഇത് നൈസാണല്ലോ. ഇത് നമുക്ക് എടുക്കാം കേട്ടോ. ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ നോക്കാം ഈ ഒരു പോസ്റ്ററിലേക്ക്. ട്യൂട്ടോറിയൽ ഓണം പോസ്റ്റർ അസറ്റ് പേസ്റ്റ്. ഓക്കെ, പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നമുക്ക് എല്ലാം നല്ല ഹൈ ക്വാളിറ്റി ഇമേജ് ആയിരിക്കണം കേട്ടോ നമ്മൾ എടുക്കുന്ന. അല്ലെങ്കിൽ നമുക്കൊരു പിന്നീട് നമുക്ക് പ്രിൻറ്റിങ് പർപ്പസിനൊക്കെ വേണ്ടി വരുമ്പോൾ നമുക്ക് ഭയങ്കര പ്രശ്നമാവും. അപ്പോൾ ഇതിൽ ഞാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇതിപ്പോൾ ഓണം ബേസ്ഡ് ആയിട്ടുള്ളൊരു പോസ്റ്റർ ആയതുകൊണ്ട് മാവേലിൻ്റെ ഒരു ഇമേജ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മാവേലിനെ വെച്ചിട്ടാണ് ഞാൻ ഒരു സെൻറ്റർ ക്യാരക്ടർ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഇതിൽ ആഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെ സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കുക നമ്മൾ. ഓക്കെ, സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കുക.
സെൻറ്ററിലാക്കിയിട്ട് ഇവിടെ വെക്കുക. അതാണ് നമ്മളെ മെയിൻ ക്യാരക്ടർ. ഓക്കെ, ഇവിടെ വെക്കുക, കുറച്ചും കൂടി ചെറുതാക്കാം. ഓക്കെ, ഇവിടെ വെച്ചു. അടുത്തത് ഇത് നമുക്ക് ജസ്റ്റ് ഒരു ലാസർ ടൂൾ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ പിന്നീട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കട്ട് ചെയ്യും. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ജസ്റ്റ് അങ്ങനെ ഒന്ന് ലാസർ ടൂൾ കൊണ്ട് വെച്ചിട്ട് ഒന്ന് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം. ഓക്കെ, കാരണം നമുക്ക് ബാക്കിയുള്ള ക്യാരക്ടേഴ്സൊക്കെ വരാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് അറേഞ്ച്മെൻറ്റ് എളുപ്പമാകും. അപ്പോൾ എന്നിട്ട് ഒരു 65% ഒപ്പാസിറ്റിയും കൊടുക്കുക. എന്നിട്ട് അടുത്ത ക്യാരക്ടേഴ്സിനെ അപ്പോൾ എടുക്കുക. അപ്പോൾ ഇതിൽ ഇത് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ഇമേജാണ്, നല്ല നൈസായിട്ടുള്ളൊരു ഇമേജാണ്. അപ്പോൾ ഇത് കോപ്പി ചെയ്തെടുക്കുക. ഇതും കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുക. സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കുക. ഞാൻ സ്മാർട്ട് ഒബ്ജക്റ്റിനൊരു ഷോർട്ട് കട്ട് കൊടുത്തിട്ടുണ്ട്, Ctrl+Alt+W എന്ന് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഇവിടെ എഡിറ്റിൽ വന്നിട്ട് നമുക്ക് കീബോർഡ് ഷോർട്ട് കട്ടിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഓരോന്നിനും ഷോർട്ട് കട്ട് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ സ്മാർട്ട് ഒബ്ജക്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കൺവേർട്ട് സ്മാർട്ട് ഒബ്ജക്റ്റ് Alt+Shift+W. അപ്പോൾ നമുക്ക് അങ്ങനെ ഓരോന്നിനും നമുക്ക് ആവശ്യമനുസരിച്ചുള്ള എന്ത് കൊടുക്കാൻ പറ്റും, ഷോർട്ട് കട്ടുകൾ കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് ഒരു സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സ് നമ്മൾ ഇവിടെ സൈഡിൽ കൊടുക്കുക, ഇവിടെ കൊടുക്കുക. അപ്പോൾ ഈ ആദ്യം കൊടുക്കുന്ന സൈസ് തന്നെ ആവില്ല കേട്ടോ, നമ്മൾ പിന്നെ കൊടുക്കുക, നമ്മൾ പിന്നീട് മാറ്റിയാൽ മതി. ജസ്റ്റ് ഒന്നൊരു ബേസിക് ആയിട്ടുള്ളൊരു സെലക്ഷൻ കൊടുക്കുക. ഓക്കെ, അതിന് ഇതേപോലെ ഒരു ഇത് കൊടുക്കുക, ഒപ്പാസിറ്റി കുറച്ച് കൊടുക്കുക. അടുത്തത് ഇതാ ഈ ഒരു ഫോട്ടോ, ഈ ഒരു ഇമേജ് എടുത്തിട്ട് അതേപോലെ സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കുക, ചെറുതാക്കി വെക്കുക. ഇതിനും നമ്മൾ ലാസർ ടൂൾ തന്നെ വേണമെന്നില്ല കേട്ടോ, പെൻ ടൂൾ ആയാലും മതി. പെൻ ടൂൾ ആകുമ്പോൾ പിന്നെ അങ്ങനെ ഇതിൽ ഞാൻ യാതൊരുവിധ AI സംഭവങ്ങളും ഞാൻ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ മാവേലി ഓൾറെഡി AIയിൽ ഉണ്ടാക്കിയിട്ടുള്ളൊരു അസറ്റാണ്, അത് ഞാൻ എടുത്തതേ ഉള്ളൂ. ബാക്കിയുള്ളതൊന്നും ഞാൻ ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ചിലപ്പോൾ ഞാൻ AIയിൽ എടുക്കും, അല്ലാതെ ഞാൻ ജനറേറ്റ് ചെയ്യുന്ന പരിപാടികളൊന്നും ഇതിലില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ആളെ കട്ട് ചെയ്തിരുന്നു. ഇനി അടുത്ത ഒബ്ജക്റ്റ്. ഓക്കെ, ഇത് നമുക്ക് ചെറിയൊരു ഒപ്പാസിറ്റി ഒന്ന് കുറച്ച് കൊടുക്കാം. നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ ഇനി അടുത്ത ആളെ കൊണ്ടുവരാം. മൂപ്പരെ നമുക്ക് ബാക്കിൽ നിർത്താം. മാവേലിൻ്റെ ബാക്കിൽ നിർത്താൻ പറ്റുമോട്ടെ. ഇങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ സംഘടിപ്പിച്ചിട്ട് വേണ്ടി വരും. നമുക്കൊരു ക്രൗഡും ഇതേപോലെ ബാക്കിൽ നിർത്തണം. അതിന് മുമ്പ് നമുക്ക് മൂപ്പരെയും കൂടി ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കാം. ഓക്കെ, മൂപ്പരെ നമ്മൾ എന്ത് ചെയ്ത് ഒരു മാസ്ക് കൊടുത്ത് ഒന്ന് റെഡിയാക്കാം. അടുത്തത് മാവേലിനെ വേണമെങ്കിൽ കുറച്ചും കൂടി ഒന്ന് വലുതാക്കാം. പിന്നെ നമുക്ക് വേണ്ടതെന്താ വെച്ചാൽ
ഈ ഒരു ക്യാരക്ടറിനെ ഓണത്തിന് എത്രത്തോളം ഉപയോഗിക്കുമെന്ന് എനിക്കറിയില്ല. നമ്മളെ തെയ്യം ഇതൊക്കെ ഓണത്തിനുണ്ടോയെന്ന് അറിയില്ല. എന്നാലും കേരളീയമായിട്ടുള്ളൊരു സംഭവം ആയതുകൊണ്ട് ആനനെയും ഈ ഒരു സംഭവമൊക്കെ നമുക്കിതിൽ ആഡ് ചെയ്യാൻ തോന്നണു. ആഡ് ചെയ്തിരാന്നുണ്ടെങ്കിൽ സോറി, ഞാൻ പക്ഷേ ആഡ് ചെയ്യുന്നുണ്ട്. നല്ല ഭംഗിയുള്ളൊരു സാധനം ആയതുകൊണ്ട് മാത്രം ഞാൻ ആഡ് ചെയ്യുന്നു. ഓക്കെ, ഓണത്തിന് അത്ര യൂസ് ചെയ്യുന്ന എനിക്കറിയില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാനിത് പറയണത് ആദ്യം തന്നെ. ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ഇട്ടിട്ട് അത് മാസ്ക് ചെയ്യുക. ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ഞാൻ പറയുന്നില്ല, ഇങ്ങനെയും ചെയ്യാം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഞാനെങ്ങനെ ഇത് ചെയ്യും എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ എന്തെങ്കിലും നിങ്ങളുടേതായിട്ടുള്ള വഴികളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ലക്ഷ്യമാണ് പ്രധാനം എന്നുള്ളത് ചിന്തിക്കുക. ഓക്കെ, ഇനി അടുത്തത് ഇതിൽ കുറച്ച് സാധനങ്ങളോട് ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കൊരു ആനനെ ആഡ് ചെയ്യാം. നേരത്തെ അടുത്ത കളക്ഷൻ തന്ന ഒരു ആനനെ, ഈ ആനനെ എടുക്കാം. ഓക്കെ, അപ്പോൾ ആനേനെയും നമ്മളെടുത്ത് ഇവിടെ വെക്കാം. ആനനെ ഇവിടെ എടുത്ത് വെച്ചു. ആനയെ നമുക്കൊരു റഫ് ഒരു ഔട്ട്ലൈൻ കൊടുക്കാം, മാസ്ക് കൊടുക്കാം, ഒപ്പാസിറ്റി കുറച്ച്. ആന ബാക്ക് പോട്ടെ. തെയ്യം ബാക്കിൽ പോട്ടെ. മൂപ്പര് തെയ്യത്തിൻ്റെ ബാക്കിൽ പോട്ടെ. ഇയാൾ ഫ്രണ്ടിലേക്ക് വരട്ടെ. ഇനി എല്ലാത്തിൻ്റെയും ഓപ്പാസിറ്റി നമുക്കൊന്ന് 100% ആക്കി കൊടുക്കണം. ഓക്കെ, നമുക്കൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് എത്രത്തോളം നമ്മൾ കൊളാക്കിയെന്ന്. ഓക്കെ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് റെഡിയാക്കി വെക്കുക. മൂപ്പര് ബാക്കൊക്കെ നിർത്തിയാൽ എത്രത്തോളം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. മൂപ്പര് ബാക്ക് പോയിക്കോട്ടെ. പിന്നെ ഈ ബ്രോ മുന്നിലേക്ക് വരട്ടെ. മൂപ്പര് ബാക്ക് പോട്ടെ. ഓക്കെ, ആന റെഡിയായി. മാവേലി ഒന്ന് ഉയർത്താൻ വെക്കട്ടെ. ഓക്കെ, ഇനി നമുക്ക് വേണ്ട എന്താ വെച്ചാൽ, അപ്പോൾ കേരളമല്ലേ, അപ്പോൾ അമ്പലവും പള്ളിയൊക്കെ ഉണ്ടായിക്കോട്ടെ. നമുക്കൊരു അമ്പലത്തിൻ്റെ ഒരു ഫോട്ടോ എടുക്കാം. അമ്പലം ഇരിക്കട്ടെ. അമ്പലം ഏറ്റവും ബാക്ക് പോയിക്കോട്ടെ. ഏറ്റവും ബാക്കിൽ അമ്പലം അവിടെ കട്ടെ. ഇനി ഇതിൻ്റെ ഇവിടെ സൈഡിലൊക്കെ ആയിട്ട് അമ്പലം നമുക്ക് അമ്പലം അവിടെ നിൽക്കട്ടെ. അടുത്തത് പള്ളി ക്രിസ്ത്യൻ പള്ളി ആയിക്കോട്ടെ ഫസ്റ്റ്. ഓക്കെ, ഇത്രയും ഭാഗം മതി. കോപ്പി പേസ്റ്റ് ഇവിടെ നിൽക്കട്ടെ, ചെരിഞ്ഞ് നിൽക്കട്ടെ. ഇവിടെ നിൽക്കട്ടെ. ഇപ്പുറത്തെ സൈഡിൽ ഞാനെന്തും ജസ്റ്റ് ഒരു ബ്രഷ് എടുത്തിട്ട് മാസ്ക് എടുത്തിട്ടൊന്ന് അങ്ങനെ ആക്കുന്നുണ്ട്. പിന്നെ നമുക്ക് മാറ്റട്ടെ. ആദ്യം ഞാൻ പറഞ്ഞില്ലേ ഒക്കെ അറേഞ്ച് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അടുത്തത് മുസ്ലിം പള്ളി. ഓക്കെ, അത്രയും ഭാഗം ഇരിക്കട്ടെ. കോപ്പി പേസ്റ്റ്. കാണില്ല ഇവിടെ. ഇതിവിടെ ആണെങ്കിലാ ഫ്ലിപ്പ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഒന്ന് കാണും. കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ക്രിസ്ത്യൻ പള്ളി നമുക്ക് ഇങ്ങോട്ട് വെക്കാം. ഓക്കെ, ഒരു മതസൗഹാർദ്ദ ഓണം പോസ്റ്റർ പോലെ ആയില്ലേ. ഓക്കെ, നമുക്ക് നേരത്തെ എടുത്ത സാധനം ഉണ്ടല്ലോ, ഡൗൺലോഡ് ചെയ്തൊരു വട്ടം, അത് ഇവിടെ കൊടുത്താലോ രസമാവുമെന്നാണ് തോന്നുന്നത്. ഓക്കെ, കുഴപ്പമില്ല. ഇനി ഇവരൊക്കെ നമുക്ക് എന്ത് ചെയ്യാന്നറിയാം, സ്മാർട്ട് ഒബ്ജക്റ്റിൻ്റെ ഉള്ളിൽ പോയിട്ട് കട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് കട്ട് ചെയ്യുന്നതൊക്കെ ഭയങ്കര ഒരു ലെങ്തി പ്രോസസ്സാണ്. അപ്പോൾ ഞാൻ ഓരോരുത്തരങ്ങനെ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ മാവേലിനെ കട്ട് ചെയ്യാൻ പോവാണ്.
അപ്പോൾ അത് വലിയൊരു ലോങ് പ്രോസസ്സ് ആയതുകൊണ്ട് ഞാനിത് സ്കിപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പെൻ ടൂൾ ഉപയോഗിച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ പെൻ ടൂൾ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യും. അപ്പോൾ ഞാനത് സ്കിപ്പ് ചെയ്യുന്നുണ്ട്. സോറി, ഞാനത് സ്കിപ്പ് ചെയ്യുന്നില്ല. കാരണം ഇത് ഞാൻ ഒന്നിപ്പോൾ പോസ് ചെയ്തിട്ട് ഇപ്പം തിരിച്ചു വന്നതാണ്. അതായത് നമുക്ക് എഐൻ്റെ ഒരു സഹായം ഇവിടെ നമുക്ക് എടുക്കാം. കാരണം നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു എഐ ഉണ്ട്. ഞാൻ എൻ്റെ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് എൻ്റെ ഫോട്ടോഷോപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഫോട്ടോഷോപ്പ് ആയതുകൊണ്ട് അതിൽ എഐ ജനറേഷനും കട്ടിംഗ് ഒന്നുമില്ല. അപ്പോൾ നല്ല പ്രിസൈസ് ആയിട്ടുള്ള കട്ടിംഗ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ പൈസ കൊടുക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ എഐൻ്റെ സഹായം കൊണ്ടാണ് ഞാൻ അത് കട്ട് ചെയ്യാൻ പോകുന്നത്. ഞാൻ എങ്ങനെ കട്ട് ചെയ്യുന്നത് വെച്ചാൽ Ctrl+A പ്രസ് ചെയ്ത് കോപ്പി അടിച്ച്, ഓക്കെ, എന്നിട്ട് നമ്മൾ ഫോട്ടോ റൂം എന്ന് പറഞ്ഞ സൈറ്റിൽ പോയിട്ട് ലോഗിൻ ചെയ്യുക. എന്നിട്ട് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, പേസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഇയാളാണ് കട്ട് ചെയ്ത് കിട്ടും. എന്നിട്ട് ഈ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ അതാണ് ഹൈഡ് ചെയ്യുക. എന്നിട്ട് ഡൗൺലോഡ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്താൽ പൈസ കൊടുക്കണം, ഇത് ക്ലിക്ക് ചെയ്താൽ പൈസ കൊടുക്കണ്ട. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക. അത്യാവശ്യം നമുക്കൊരു ക്ലാരിറ്റിയുള്ള ഇമേജ് തന്നെ തരും. പക്ഷേ ആ ഇമേജ് അല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് നേരെ നമ്മൾ ഡോക്യുമെൻറ്റിൽ വലിച്ചിട്ടിട്ട് നമ്മളൊന്ന് ഫിറ്റാക്കുക. ഓക്കെ, ഫിറ്റാക്കണം കേട്ടോ. കറക്റ്റ് ഫിറ്റാക്കിയാലേ നമുക്ക് കിട്ടുള്ളൂ. എന്നിട്ട് Ctrl പ്രസ് ചെയ്തിട്ട് ഇവിടെ നമ്മൾ സെലക്ഷൻ വരുത്തുക. എന്നിട്ട് ഈ മേലത്തെ ക്ലിക്ക് ഹൈഡ് ചെയ്തിട്ട് താഴെ വന്നിട്ട് നമ്മൾ ഒറിജിനൽ ലെയറിൽ മാസ്ക് കൊടുത്താൽ നല്ല പക്ക സെലക്ഷൻ കിട്ടും. ഓക്കെ, നമ്മൾ സേവ് ചെയ്യുക, ബാക്കിലേക്ക് വരിക. ഇങ്ങനെ ഞാൻ ഓരോരുത്തരെയും കട്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ സ്കിപ്പ് ചെയ്യുന്നില്ല, പക്ഷേ ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് അടിക്കാൻ പോവുകയാണ്. ഓക്കെ, ഇങ്ങനെ നമ്മൾ ഒരു അറേഞ്ച്മെൻറ്റ് ഇനി കുറച്ചും കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. കാരണം അതിനനുസരിച്ചിട്ടാണ് നമ്മളിത് ഫുള്ള് സെറ്റാക്കാൻ പോണത്. ഓക്കെ, അപ്പോൾ പള്ളി ഒന്ന് റെഡിയാക്കി, ആന റെഡിയാക്കി. ഓക്കെ, ഇവരൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഫ്ലോർ പോലെ അല്ലെങ്കിൽ ഒരു ടെക്സ്ചർ പോലത്തെ ഒരു സാധനം കൊടുക്കണം അതിൻ്റെ അകത്ത്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ടെക്സ്ചർ എന്തെങ്കിലും ഉണ്ടോ നോക്കാം നമുക്ക് കേട്ടോ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സാധനം ഞാൻ എടുത്തി, യെസ്, ഇങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ എടുത്തിരുന്നു. അതിന് നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് വെച്ച് നോക്കാം എത്രത്തോളം പെർഫെക്റ്റ് ആണെന്ന്. അതിൻ്റെ മുമ്പ് വേറൊരു കാര്യമുണ്ട് കേട്ടോ. നമ്മളിങ്ങനത്തെ ഹെവി ഫയലുകളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളിത് സേവ് ചെയ്യണം. ഹെവി ഫയലുകൾ സേവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ PSB ഫയൽ സേവ് ചെയ്യുക. പെട്ടെന്ന് സേവ് ആയിക്കോളും. മറ്റേ കംപ്രസ് ചെയ്യും. ഇപ്പോൾ ലാർജ് ഡോക്യുമെൻറ്റ് ഫോർമാറ്റിൽ PSBയിൽ തന്നെ സേവ് ചെയ്യുക കേട്ടോ. ഓണം പോസ്റ്റർ 1. ഈ 1 ഇടാൻ കാരണം എന്താ പറയുക, ചിലപ്പോൾ നമുക്ക് 2 ആക്കേണ്ടി വരും, 3 ആക്കേണ്ടി വരും, 4 ആക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു റിവിഷൻ ഞാനിങ്ങനെ ആ ഒരു ഫ്ലോയിൽ ചെയ്തു പോയതാണ്. അപ്പോൾ അടുത്തത് ഇനി അടുത്ത് സേവ് ചെയ്യുക, അല്ല പോസ്റ്റ് ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ള ആ ഒരു കോപ്പി ചെയ്തിട്ടുള്ള സാധനം. അങ്ങനത്തെ കുറേ ഫ്ലോറ് ബാക്ക്ഗ്രൗണ്ടുകൾ നിങ്ങൾക്ക് കിട്ടും. ഒക്കെ ബാക്ക് ഇടുക, ബാക്ക് ഇട്ടിട്ട് ഇവിടെ നിന്ന് വെക്കുക. അപ്പോൾ നമുക്കിങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് കിട്ടും. ഇനി വേറൊരു ബാക്ക്ഗ്രൗണ്ട്, നല്ല കേരളത്തനിമയുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നല്ലോ. ഇതന്നെ. അപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ട് ബാക്ക് ഇടുക. എന്നിട്ട് ഇത് ബാക്ക് കൊടുക്കുക. ഓക്കെ, അങ്ങനെ കേരളത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിക്കോട്ടെ. ഒന്ന് ഇതാക്കി എന്തുണ്ടാവും, യെസ്, ഇവിടെ മാവേലിൻ്റെ കയ്യുമ്മത്തെ ലൈറ്റൊക്കെ കണ്ടു. അപ്പോൾ ഇവിടെ നിന്നാണ് സൺറേ വരുന്നതൊക്കെ. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്യാണ് മാക്സിമം നല്ലത് ഓരോ ഒബ്ജക്റ്റുകളും. ഓക്കെ, അടുത്തത് യെസ്, ഈ ഒരു ഭൂമി ഒന്നും കൂടി ഫില്ല് ചെയ്യണം. അപ്പോൾ ഇത്രേ ആയിട്ടുള്ളൂ. ഇനി ഓരോന്ന് ഫില്ല് ചെയ്യണം. അപ്പോൾ അടുത്തൊരു ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലോറ് എന്തെങ്കിലും കിട്ടണം. അപ്പോൾ ഇതൊന്നും എന്തെങ്കിലും എടുക്കാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ. ഇത് നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് തോന്നണോ, നോക്കാം, പേസ്റ്റ് ചെയ്ത് നോക്കാം. എല്ലാം ഞാൻ സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കുന്നുണ്ട് കേട്ടോ, ശ്രദ്ധിക്കണം. കാരണം നമുക്ക് പിന്നീട് നമുക്കത് എഡിറ്റിംഗ് വരുന്ന സമയത്ത് നമുക്ക് ഒന്നും ആവാൻ പാടില്ല. യെസ്, ഇതിരിക്കട്ടെ. നമുക്കത് ജസ്റ്റ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനം അത്ര ഉള്ളൂ ഞാൻ ഉദ്ദേശിച്ചിട്ട്. അപ്പോൾ എന്തുവാണെങ്കിലും ആവാം. ഞാൻ ആ ഒരു
തന്നെ ആവണമെന്നില്ല. പിന്നെ നമ്മൾ ഇറേസ് ചെയ്യുന്ന സമയത്ത് ഈ എഡ്ജുകളൊക്കെ ഇറേസ് ചെയ്യുമല്ലോ, നമ്മളിങ്ങനെ സംഭവം കൊടുത്തിട്ട് പിന്നെ ഇങ്ങനെ എഡ്ജ് ഇറേസ് ചെയ്യുമല്ലോ. അപ്പോൾ നമ്മളെപ്പോഴും ഫ്ലോ ഒരു 10, 12, 14, 13 ഒക്കെ ആക്കുക കേട്ടോ. ആ ഒരു റേഞ്ചിലാക്കിയിട്ട് നമ്മൾ ഈ പെൻസിൽ കൊണ്ട് ഇങ്ങനെ കുത്തി വരുമല്ലോ, അങ്ങനെ ആക്കണ സമയം അങ്ങനെ ഒരു എഫക്റ്റ് കിട്ടണം. അപ്പോൾ നമ്മൾ മൗസ് കൊണ്ട് ഇങ്ങനെ ഇളക്കി 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 ചെയ്യണമാതിരി കിട്ടണം. ഓക്കെ, ഇനി ഇതിൻ്റെ മുകളിൽ നമുക്കൊരു കളറ് കാര്യങ്ങളൊക്കെ കൊടുക്കണം അതിൻ്റെ മുകളിൽ മൊത്തത്തിൽ കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു സാധനം നമ്മൾ മറന്നിട്ടോ, ഈ ഉത്സവത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് നമ്മളൊരു സാധനം കൊടുക്കണം. അതിന് നമുക്ക് ഞാൻ നേരത്തെ ഒരു സാധനം സേവ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ഇതായി തന്നെ ഇത് കൊടുക്കണം. പക്ഷേ തീരെ ക്ലാരിറ്റി ഇല്ല അല്ലേ. അതിൻ്റെ ഒരു ക്ലാരിറ്റി നമുക്ക് കൂട്ടണം. അത് കൂട്ടാൻ ഞാനിവിടെ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, ടോപ്പസ് AI എന്ന് പറഞ്ഞിട്ട്. അതൊക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും കേട്ടോ, ഓരോ സൈറ്റുകളിൽ നിന്നൊക്കെ കിട്ടുന്നതാണ്. ഞാൻ ഇതിലേക്ക് ആ ഇമേജ് വലിച്ചിട്ട് എന്നിട്ട് ആഡ് എൻഹാൻസിൽ അപ്സ്കെയിൽ കൊടുത്തപ്പോൾ ആയത് കണ്ട ഇങ്ങനെയുള്ള സാധനം ഇങ്ങനെയായി. അപ്പോൾ നമുക്ക് എത്ര ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ പിക്സൽസ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ കസ്റ്റംസിൽ 6, മാക്സിമം 4 അപ്പോൾ മാക്സിമം കൊടുത്തിട്ട് 6 ആക്കി ഞാൻ എക്സ്പോർട്ട് കൊടുത്ത് സേവ് കൊടുക്കുക. ഇതിപ്പോൾ ഇത്ര പെട്ടെന്നാവാൻ കാരണം ഞാൻ അത്രയും റാം ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ റാം ഇൻസ്റ്റാൾ ചെയ്താൽ ഒക്കെ സെറ്റാകും. റാം മാത്രമല്ല, അതിനനുസരിച്ചിട്ടുള്ള കോമ്പണൻസും കാര്യങ്ങളൊക്കെ റെഡി ആക്കണം. അതിൻ്റെ പെരിഫറൽസൊക്കെ ഞാൻ പറഞ്ഞു തരാം. എൻ്റെ സിസ്റ്റത്തിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ ഞാനിത് താഴത്തിടാം കേട്ടോ, താഴത്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം. ഞാനിതൊരു റൗണ്ട് വെച്ചിട്ട് ഇത് മാത്രം അങ്ങോട്ട് കട്ട് ചെയ്യണം. കോപ്പി പേസ്റ്റ് സ്മാർട്ട് ഒബ്ജക്റ്റ്. അപ്പോൾ ഓണോത്സവത്തിൻ്റെ ആ ഒരു സാധനം ആഡ് ചെയ്യണം. ഓക്കെ, അങ്ങനെ ഒരു ഒബ്ജക്റ്റ് കിട്ടി. ഇനി ഒരു ചെണ്ടയും കൂടി ഉണ്ട്. സോറി, ആ ചെണ്ട നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ചെണ്ട ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണല്ലോ. അപ്പോൾ ചെണ്ട എടുത്തിട്ട് ഇവിടെ കട്ട് ചെയ്യണം. അതിന് വീണ്ടും ഞാൻ എന്ത് ചെയ്യാണ്, നമ്മുടെ സോറി നമ്മൾ ആദ്യം സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോകണം കേട്ടോ, അയ്യാ മറന്ന്. ഓക്കെ, ചെണ്ടെടുത്തിട്ട് ഇവിടെ കൊടുക്കുക, ഒരെണ്ണം ഇവിടെ കൊടുക്കുക. ഞാൻ ഈ സ്മാർട്ട് ഒബ്ജക്റ്റിൻ്റെ ഒരു ഉപയോഗം ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ചെണ്ടെടുത്തിട്ട് ഇവിടെ ഒന്ന് കൊടുത്ത്, ഓക്കെ, ചെണ്ട ചെറുതാക്കിയിട്ട് ഇവിടെ കൊടുക്കുക. ഓക്കെ, ഇവിടെ കൊടുക്കുക. ഇനി അത് കട്ട് ചെയ്യാം. ഇതാണ് സ്മാർട്ട് ഒബ്ജക്റ്റിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇപ്പോൾ 2 ചെണ്ട ഇവിടെ ഒരുമിച്ച് ആഡ് ചെയ്ത് അല്ലേ, ഇരുന്ന് രണ്ട് ചെണ്ട ആഡ് ചെയ്ത് ഞാൻ ഇപ്പോൾ ഒരെണ്ണത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഞാൻ ഇത് കട്ട് ചെയ്യാണ്. കട്ട് ചെയ്യണ സമയത്ത് അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ കണ്ടോ, രണ്ടിൻ്റെയും ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഒരുമിച്ച് കട്ടായി കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അടുത്തത് ചെണ്ടക്കോല് വേണം. അപ്പോൾ ചെണ്ടക്കോല് ഞാനിവിടെ ഇത് നോക്കണ്ട, ഇത് ഞാൻ തമ്മിൽ ഞാൻ മറ്റേ സാധനത്തിൽ വെച്ചിട്ട് ചെയ്തതാ. ഏതാ നിങ്ങൾക്ക് മനസ്സിലായില്ല, നേരത്തെ ഒരു സോഫ്റ്റ്വെയർ കാണിച്ചു തന്നല്ലോ, ടോപ്പസ് AI കേട്ടോ, ടോപ്പസ് പ്രോ AI. എന്തത്, യെസ്, അതും കട്ട് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്ത് കോപ്പി ചെയ്ത്. ഇത് മറ്റേക്ക് കൊണ്ടുപോയിട്ടില്ല അല്ലേ, കുഴപ്പമില്ല, ഇവിടുന്ന് പേസ്റ്റ് ചെയ്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോയാലും മതി. ഓക്കെ, ഞാനിവിടെ ചെണ്ടൻ്റെ കോല് ഇവിടെ കൊടുക്കുന്നു, ഒന്ന് ഇവിടെ കൊടുക്കുന്നു. ഓക്കെ, അത് മതി. ഓണോത്സവ്, ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ഒബ്ജക്റ്റ്
അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു, രണ്ടാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു, മൂന്നാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി ആഡ് ടെക്സ്ചേഴ്സ്, ലൈറ്റ്സ് ആൻഡ് കളർ ഗ്രേഡിങ്, ഇത് ഒരുമിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ മുന്നോടിയായിട്ട് നമുക്ക് ടൈറ്റിലൊന്ന് റെഡിയാക്കണം. ഓക്കെ, ഈ ടൈറ്റിൽ റെഡിയാക്കുമ്പോൾ ടൈറ്റിലിൻ്റെ, അപ്പോൾ എനിക്ക് ഈ ടൈറ്റിലിൻ്റെ ഒരു സംഭവം, എനിക്ക് ഈ ഒരു ഭാഗം ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ നമുക്ക് അതൊന്ന് റെഡിയാക്കട്ടോ. ഇതാണ് ഞാൻ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അതായത് ഇല്ലുസ്ട്രേറ്റർ നേരിട്ട് കോപ്പി ചെയ്ത് കൊണ്ടുവരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എനിക്കിത് പിന്നീട് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഫോട്ടോഷോപ്പിലാണെന്നുണ്ടെങ്കിൽ പിന്നീട് എഡിറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാനിതിവിടെ വെക്ടറാക്കിയതുകൊണ്ട് നേരെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ഈ തംബ്നെയിലിൽ കയറിയിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നേരെ ഇല്ലുസ്ട്രേറ്ററിലാണ് അത് ഓപ്പൺ ചെയ്യുന്നത്. ഇല്ലുസ്ട്രേറ്ററിൽ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ ആ ഒരു സാധനം ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്കിത് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഓക്കെ, അത് കൊളാക്കി, അത് ഡിലീറ്റ് ചെയ്ത്. ഇനി ആദ്യമൊക്കെ നമുക്കതൊന്ന് വരച്ചെടുക്കാം. അപ്പോൾ ഞാൻ പെൻസിലെടുത്തിട്ട് അതൊന്നും കൂടി റെഡിയാക്കാൻ പോവുകയാണ്. എങ്ങനെ വേണമെന്നുള്ളത് ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. ഇതെങ്ങനെ ഉണ്ടാവും? അതും രസമില്ല. ഓക്കെ, ഈ പെൻ ടൂൾ വെച്ചിട്ട് എന്തെങ്കിലും പരിപാടി ഉണ്ടാവട്ടെ കേട്ടോ. അത് വലിയ കുഴപ്പമില്ല കേട്ടോ, അത് കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഏകദേശം സെറ്റായിട്ടോ. നമ്മൾ സേവ് എടുത്ത് ഇവിടെ തന്നെ വന്ന്, അപ്പോൾ അത് ഇങ്ങനെ കിട്ടി. ഓക്കെ, അത് ഞാനൊന്ന് സെൻട്രൽ അലൈൻമെൻ്റ് ആക്കി. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗോൾഡൻ എഫക്റ്റുകൾ കൊടുക്കണം. ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ പിൻട്രസ്റ്റ് ഒക്കെ നോക്കുന്ന സമയത്ത്, എവിടെ മറ്റേ പൂരത്തിൻ്റെ പോസ്റ്ററൊക്കെ അതുണ്ടോ, ഈ സ്കന്ദശക്തി എന്നൊക്കെ പറയുന്ന ആ ഒരു ടെക്സ്റ്റിൻ്റെ ഒരു എഫക്റ്റ്. ഇത് പിന്നെ ഫ്രീ പിക്കിൽ കിട്ടുന്നതാണ്. ഈ ഒരു എഫക്റ്റ് ഉണ്ടല്ലോ, കരിയന്നർ, അങ്ങനത്തെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഒന്ന് ശ്രദ്ധിച്ചോ. അതിന് വേണ്ടിയിട്ട് ഇത് എന്താ, സുബ്രഹ്മണ്യ കോവിൽ. അപ്പോൾ അതിന് വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡ് ഉണ്ട്. വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് ഞാൻ ഈ കാണിച്ചു തരാൻ പോകുന്നത്. അതിനാദ്യം ഈ ഒരു ഉത്സവം എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഇത് നമുക്ക് ഒരൊറ്റ ഗ്രൂപ്പാക്കണം. ഗ്രൂപ്പാക്കുക ഫസ്റ്റ്. ഓക്കെ, ഗ്രൂപ്പാക്കിയിട്ട് കൺട്രോൾ പ്രസ് ചെയ്യുക. നമ്മൾ ഈ ഒരു ഉത്സവം എന്നുള്ളതിൽ കൺട്രോൾ പ്രസ് ചെയ്തിട്ട് ഈ ഗ്രൂപ്പിൽ നമ്മളൊരു മാസ്ക് ഉണ്ടാക്കുക. ഇങ്ങനെ ഗ്രൂപ്പിൽ മാസ്ക് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അടിയിൽ നമ്മൾ, അതായത് ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ മാസ്ക് ഉണ്ടാക്കുമ്പോൾ ഇതാണ് ഗ്രൂപ്പിൻ്റെ മാസ്കാണിത്. അപ്പോൾ ഈ വെള്ളൻ്റെ ഉള്ളിൽ കൂടി കാണുന്നതൊക്കെ മാസ്കിൽ ആഡ് ചെയ്യുന്ന സാധനങ്ങളായിരിക്കും. അപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞ ബ്രഷ് എടുത്തിട്ട്, അപ്പോൾ ഈ ഒരു മഞ്ഞ കളർ എടുത്തിട്ട് ഞാൻ അങ്ങനെ എഴുതിയെന്നുണ്ടെങ്കിൽ ആ മഞ്ഞ കളർ ഫുള്ള് ആ ഗ്രൂപ്പിൻ്റെ ഉള്ളിലുണ്ടെങ്കിലും പക്ഷേ ആ ഒരു വെള്ള ഓട്ടിട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഈ മഞ്ഞ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതങ്ങനെ ഒരു സാധനം എടുത്തിട്ട് അതും ആഡ് ചെയ്ത്, അപ്പോൾ അങ്ങനെ വരും. അപ്പോൾ അത് ഈ ചുവപ്പ് എടുത്തിട്ട് ആഡ് ചെയ്താൽ ആ ചുവപ്പ് വരും കേട്ടോ, ചുവപ്പ് വരും. അപ്പോൾ അങ്ങനത്തെ ഒരു പരിപാടിയാണ് ഈ മാസ്ക് ഇട്ട്, ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ മാസ്ക് ഇടുക എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഞാൻ കുറച്ച് ഗോൾഡൻ ടെക്സ്ചറുകൾ ആഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഗോൾഡൻ ടെക്സ്ചറുകൾ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു ഗോൾഡൻ ടെക്സ്ചർ എന്ന് പറയുന്നത് ഇതാണ്. ഇത് നല്ല നൈസ് സാധനമാണ്. ഇതൊക്കെ ഞാൻ ഇതെടുത്ത് കോപ്പി ചെയ്യുക. ഇതെന്തി കോലിലൂടെ കിടക്കണേ. ഓക്കെ, ഇതിൻ്റെ അകത്തേക്ക് പേസ്റ്റ് ചെയ്യാം. സ്മാർട്ട് എഡിറ്റ് ആക്കുക. നേരെ അങ്ങോട്ട് വരിക. അപ്പോൾ ഇത് കണ്ട നൈസായിട്ട് നമുക്ക് ആ ഒരു ഗോൾഡൻ ടെക്സ്ചർ കിട്ടും. പക്ഷേ എഫക്റ്റ് കിട്ടിയിട്ടില്ല അല്ലേ. എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ, ഈ ഒരു സാധനം ഉണ്ടല്ലോ നമ്മളുടെ ഓണോത്സവം എന്ന് പറഞ്ഞാൽ, അത് നേരെ കോപ്പി എടുക്കുക. എന്നിട്ട് നേരെ ഗ്രൂപ്പിൻ്റെ മുകളിൽ കൊണ്ടുപോവുക. ഓക്കെ, ഗ്രൂപ്പിൻ്റെ മുകളിൽ കൊണ്ടുപോവുക. ഇനിയാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു പ്ലഗിൻ ഉണ്ട്, ഏലിയൻ സ്കിൻ ഐ ക്യാൻഡി 7 എന്നാണ് പ്ലഗിനാണ്. ഇതിൻ്റെയൊക്കെ ഞാൻ ലിങ്ക് തരാം, അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് ക്രോം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷേപ്പ്, ഒരു എഫക്റ്റ് ഉണ്ട്. ഇത് കുറേ എഫക്റ്റുകളാണ്, ലെയർ സ്റ്റൈലിൻ്റെ എഫക്റ്റുകളാണ്. നമ്മൾ ബ്ലെൻഡിങ് സ്റ്റൈലൊക്കെ പോലത്തെ സാധനങ്ങളുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ബെവലംബോസൊക്കെ കൊടുക്കുമ്പോൾ
ഈ ബെവൽ എംബോസിനെ പറ്റിയിട്ടുള്ളതൊക്കെ. അപ്പോൾ ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അത് നോട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ എന്തൊക്കെയാണ് ഡിസ്ക്രിപ്ഷൻ കൊടുക്കേണ്ടത് എന്നുള്ളത്. അതിൽ കൊടുക്കേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ സ്റ്റോക്കുകളൊക്കെ ഞാൻ തരാം, സ്റ്റോക്സ് തരാം, പിന്നെ ഏലിയൻ സ്കിന്ന് തരാം, പിന്നെ മലയാളം ഫോണ്ട് തരാം, പിന്നെന്താ വേണ്ടേ, മാക്സിമം പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ PSD ഫയൽ തരാം കേട്ടോ. ഭയങ്കര ഹെവി ഫയലാണെന്നുണ്ടെങ്കിൽ എന്നെ കൊണ്ട് താങ്ങില്ല. പിന്നെ വേറെന്താ വേണ്ടത്, സ്റ്റോക്ക് ഈ ഒന്നെങ്കിലും സ്റ്റോക്ക് അല്ലെങ്കിൽ PSD ഫയൽ കേട്ടോ. ഇതിൻ്റെ അകത്ത് തന്നെ ഞങ്ങൾക്ക് സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കുമ്പോൾ തന്നെ ഇത് സ്റ്റോക്ക് PSD ഫയൽ ആവുമല്ലോ അത്. ഓക്കെ, അപ്പോൾ ഏലിയൻ സ്കിൻ എന്തായാലും തരാം, മലയാളം ഫോണ്ട്, പിന്നെ എന്തെങ്കിലും ഓർമ്മ വരികയാണെങ്കിൽ ഞാൻ അതിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മേളിൽ കെട്ടിയതിന് ശേഷം ഞാൻ നേരെ ഇതാണ് കേട്ടോ, ഈ പരിപാടിയാണ്. അതായത് ഈ ലെയർ സ്റ്റൈലിൽ നമ്മളിങ്ങനെ ഇതൊക്കെ കൊടുക്കുമല്ലോ, ഇങ്ങനത്തെ ഒരു പരിപാടിയൊക്കെ കൊടുക്കുമല്ലോ, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലേ കേട്ടോ. ഇങ്ങനത്തെ പരിപാടിയൊക്കെ കൊടുക്കണേ അതിൻ്റെ ഒരു അൾട്രാ വേർഷനാണ് ഈ ഒരു ഏലിയൻ സ്കിൻ ഐ ക്യാൻഡി 7 എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നോക്കിക്കോ, ഈ ആ എഴുത്ത് കണ്ടത് നിങ്ങൾ, ഭയങ്കര ഹെവി സാധനമാണ്. അപ്പോൾ നിങ്ങളിവിടെ ഓരോ കാര്യങ്ങളും അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ വരുത്തിയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഇത് ഉണ്ടാക്കാൻ പറ്റും. എനിക്കിപ്പോൾ ഈ ഒരു റിസൾട്ടിൽ ഞാൻ സന്തുഷ്ടനായതുകൊണ്ട് ഞാൻ ഓക്കെ അടിച്ച്. ഇനി ഇത് വീണ്ടും ഈ ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ കിട്ടുമല്ലോ, കാരണം അത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമുക്ക് ഓവറിൽ എടുത്ത് നോക്കാം. ഇതൊക്കെ ഓണോത്സവം എന്ന് പറഞ്ഞിട്ട് ആ സാധനം അപ്പം തന്നെ അടിപൊളിയായിട്ട് സെറ്റാക്കിയിട്ടാണ് വന്നത്. ഇനി ഇതിന് നമുക്കൊരു 3D ടൈപ്പ് സംഭവം കൊടുക്കണം. അതിന് വീണ്ടും ഇത് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് ഗ്രൂപ്പിൻ്റെ താഴെ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ഗ്രൂപ്പിൻ്റെ താഴെ കേട്ടോ. അപ്പോൾ ഗ്രൂപ്പ് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടൊരു കളർ കൊടുക്കാം, ഇൻഡിഗോ എന്നുണ്ടല്ലോ കളർ കൊടുത്ത്. അപ്പോൾ ഇതാണ് ഈ ഗ്രൂപ്പ്, പക്ഷേ ഇതിൻ്റെ അടിയിൽ ഈ 7 ഉണ്ട്. ഓക്കെ, ഇനി ഞാൻ അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ള ഐ ക്യാൻഡി 7 തന്നെ ഡബിൾ ക്ലിക്ക് ചെയ്യുക, കാരണം അത് സ്മാർട്ട് ഒബ്ജക്റ്റിൽ നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ വീണ്ടും കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇനി ഞാനിത് ഈ ക്രോം മാറ്റിയിട്ട് എക്സ്ട്രൂഡ് കൊടുക്കുമ്പോൾ നോക്കിയാൽ നമുക്കിത് 3D ആക്കിയിട്ട് കിട്ടും കണ്ടോ. നമുക്ക് എന്ത് സാധനം കൊടുത്താലും നമുക്ക് 3D ആക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അതിലൊരു 3D ടൈപ്പ് സാധനം കൊടുക്കുന്നത്. അപ്പോൾ ഇത് കൊടുത്ത് ഇവിടെ -90 എന്ന് പറഞ്ഞാൽ 270 കേട്ടോ. 270 കൊടുക്കുമ്പോൾ താഴേക്ക് വരുമ്പോൾ നമുക്കിതിങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ നീക്കാൻ പറ്റും. ടാപ്പർ എന്ന് പറഞ്ഞാൽ അത് ഞാൻ സൂം ചെയ്ത് കാണിച്ചിട്ടാണ് നല്ലത്. കണ്ടോ എന്താ അവിടെ എന്നുള്ളത്. ടാപ്പർ എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ ഉള്ളിലേക്ക് പോകും. ടാപ്പർ ഒരു പൊടിക്ക് കൊടുത്താൽ മതി, എക്സ്ട്രൂഡ് ഒരു പൊടിക്ക് കൊടുക്കുക കേട്ടോ. ഓക്കെ, അത് മതി. 90 മാറ്റിയിട്ടൊരു 70 മതി. കളറൊക്കെ പിന്നെ നമുക്ക് കൊടുക്കാം. ഒറിജിനൽ ആയിക്കോട്ടെ. എവിടുന്ന് ഡയറക്ഷൻ വരുന്നതാണ്, ഡയറക്ഷൻ നമുക്ക് താഴ്ന്ന് കൊടുക്കാം കേട്ടോ. താഴ്ന്ന് വേണ്ട, മേലെ പറഞ്ഞ അടിയിൽ നമുക്ക് ഷാഡോ കൊടുക്കാനുള്ളതാണ്. ഓക്കെ കൊടുക്കാം. നമ്മൾ ഓവർലേ കൊടുത്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഓവർലേ കാണിക്കുന്നത്. നമുക്ക് നോർമൽ കൊടുക്കാം. നോർമൽ കൊടുക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ അടിയിൽ നമുക്ക് നല്ല എന്ത് കിട്ടി, ഒരു 3D ടൈപ്പ് കിട്ടി ഇതിൻ്റെ അടിയിൽ അല്ലേ. അതിന് നമുക്ക് ഒരു Ctrl+U അടിച്ചിട്ട് നമുക്ക് കളറൈസ് കൊടുക്കാം. ഒരു ചെറിയൊരു ഗോൾഡൻ ടൈപ്പ് സംഭവം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫുള്ള് സാറ്റുറേഷൻ കൊടുത്തിട്ട് ഈ ഒരു കളറ് നമുക്ക് അതിൽ കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ അടിയിൽ ഷാഡോ കൊടുക്കണം. ഓക്കെ, ഷാഡോ കൊടുക്കുമ്പോൾ ഈ ഒരു സാധനം ഉണ്ടല്ലോ അതിൻ്റെ ഒപ്പം അല്ലേ. അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു പുതിയ ലെയർ ഇട്ടിട്ട് Ctrl+Alt+G അടിച്ച് ക്ലിപ്പ് ചെയ്യുക. എന്നിട്ട് ബ്രഷ് എടുത്തിട്ട് ഈ ഒരു ഇതിൽ ഏറ്റവും ഡാർക്കസ്റ്റ് ആയിട്ടുള്ള കളർ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഫ്ലോ ഒരു 10-12 ഒക്കെ ആക്കുക. നേരത്തെ പറഞ്ഞ മറക്കരുത്. സോഫ്റ്റ് ബ്രഷ് എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കുക അതിൻ്റെ ചുറ്റോറം കണ്ടോ. അതേ ബ്രഷിൽ തന്നെ താഴത്തേക്ക് 2-3-4 വട്ടം ആക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു നൈസ് ഒരു എഫക്റ്റ് കിട്ടും. ഓണോത്സവം എന്നുള്ളത് പെട്ടെന്ന് വിസിബിൾ ആവുകയും ചെയ്യും. ഓക്കെ, ഇനി ഈ ഒരു ടെക്സ്ചർ ഉണ്ടല്ലോ, അതായത് ഈ ഒരു 3D ടൈപ്പ്, അതിലേക്ക് നമ്മൾ കുറച്ച് ഇന്നർ ഷാഡോ ഒക്കെ കൊടുക്കുക. ഇന്നർ ഷാഡോ കൊടുക്കുമ്പോൾ എന്താ ഉണ്ടാവുക വെച്ചാൽ ഇന്നർ ഷാഡോ എടുത്തിട്ട് ഒരു ചെറിയൊരു റെഡിഷ് ടൈപ്പൊക്കെ കുറച്ച് കൊടുക്കുക. അതിലേക്ക് നമ്മൾ കുറച്ച് ഡ്രോപ്പ് ഷാഡോ ഡിസ്റ്റൻസ് ഒക്കെ കുറച്ച് ഡ്രോപ്പ് ഷാഡോ കൊടുക്കുക. അങ്ങനത്തെ ഒരു ടെക്സ്റ്റ് കിട്ടും.
അപ്പോൾ ഇങ്ങനത്തെ ഒരു ടെക്സ്റ്റ് നമുക്ക് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ഇത് മോഡിഫൈ ചെയ്യട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ ഈ ടെക്സ്ചർ ഇഷ്ടപ്പെട്ടില്ല വിചാരിക്കുക, ഇതിലേക്ക് മറ്റ് വേറെ ടെക്സ്ചർ ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ വേറെ ടെക്സ്ചർ എടുക്കുമ്പോൾ ഇതാ, അപ്പോൾ ഈ ഒരു ടെക്സ്ചറാണ് വിചാരിക്കുക, ഇതെടുക്കാമെന്ന് വിചാരിക്കുക. കോപ്പി എടുത്തു, കാരണം മറ്റിൽ കുറേ പുള്ളിയും കുത്തൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കത് അലമ്പാണ് വിചാരിക്കുക ഈ ഒരു ഭാഗമൊക്കെ. അപ്പോൾ നമുക്ക് പേസ്റ്റ് ചെയ്യാം. കണ്ട, സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കുക. കണ്ടാ, നല്ല ക്ലീൻ ആയിട്ടുള്ള സാധനം കിട്ടിയില്ലേ? ഇത് സംഭവം മനസ്സിലായില്ലേ ഈ സാധനം? അപ്പോൾ ഞാൻ അടുത്തേക്ക് പോവുകയാണേ. ഈ ഒരു കളർ എനിക്ക് ചെറിയൊരിതുണ്ട്, ഞാൻ കുറച്ചൊരു ഗോൾഡിഷ് കളറാക്കാൻ പോവുകയാണ്. ഓക്കെ, ബിഫോർ ആൻഡ് ആഫ്റ്റർ. ഓക്കെ, ഇനി നമുക്ക് ഓണം മഹോത്സവ് മേള അല്ലേ, ഓണം മഹോത്സവ മേള, അത് നമുക്കൊരു വൈറ്റ് കളറാക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗം കഴിഞ്ഞ്, ടൈറ്റിലിൻ്റെ ഭാഗം കഴിഞ്ഞ്, ഇനി നമുക്ക് ഓരോ ആൾക്കാർക്കും ആദ്യം നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ഒരു കളറ് നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ ഇതിന് കൊടുത്തിട്ടുള്ളൊരു മഞ്ഞ കളറാണല്ലോ, അപ്പോൾ നമുക്ക് ഓരോ പൂരത്തിന് എങ്ങനെയാണ് കളറുകൾ കൊടുത്തിരിക്കുന്നത് നോക്കാം. അപ്പോൾ എല്ലാത്തിനൊരു, അപ്പോൾ ഇതിന് കൊടുത്തിട്ടുള്ള കളറല്ല ഇതിന് കൊടുത്തിട്ടുള്ളത്, അപ്പോൾ ഓരോന്നിനും ഓരോ യൂണീക്ക് ആയിട്ടുള്ള സ്റ്റൈലാണ്. പക്ഷേ പൊതുവായിട്ട് കാണുന്ന ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഒരു യെല്ലോ ടോണൊക്കെ വെച്ചിട്ടുള്ള ഒരു കളറാണ്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ടോൺ തന്നെ ഇതിന് പിടിക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം ഈ ബ്രൗൺ എടുത്തിട്ട് കുറച്ച് താത്താന്ന്, പിന്നെ വലിയ ഈ ഭാഗം ഒന്നും ജനറേറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ പിന്നെ. ഓക്കെ, ഇതെടുക്കാം, കുറച്ചും ഇങ്ങോട്ട് നീക്കിയേക്കാം. ഈ ചെണ്ട എടുത്തിട്ട് നോക്കി ഇങ്ങോട്ട് വെക്കാം. ചെണ്ട എടുത്തിട്ട് അങ്ങോട്ട് വെക്കാൻ പറ്റൂല, അവിടെ തന്നെ നോട്ടെ. നമുക്കിവിടെ എന്തെങ്കിലുമൊക്കെ പോക്കറ്റ് മറക്കാം. ഇവിടുന്ന് കുറച്ച് സാധനങ്ങൾ എടുത്തിട്ട് ആരും കാണൂല, കുറച്ച് സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് വരിപ്പൊത്താം. ഇങ്ങനെയൊക്കെയാണ് ഓരോ സംഭവങ്ങൾ നമ്മൾ കാര്യങ്ങൾ മറക്കാൻ വേണ്ടി ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മൾ അവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല, അപ്പോൾ ഉണ്ടാക്കാതിരിക്കും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, കുറേ ബ്രഷൊക്കെ എടുത്തിട്ട് വരി പൊത്തും അവിടെ. അപ്പോൾ അടുത്ത് നമ്മൾ കളർ ഗ്രേഡിയൻ്റ് അല്ലേ, ആദ്യം മാവേലിൽ തന്നെ തുടങ്ങാം. അപ്പോൾ നമുക്ക് ആദ്യം മാവേലിൽ നിന്ന് തുടങ്ങുമ്പോൾ ഇവിടെ മാവേലിൻ്റെ മുഖത്ത് ഞാൻ ആദ്യം കുറച്ച് എക്സ്പോഷർ ആഡ് ചെയ്യണേ. എക്സ്പോഷർ കുറച്ച് കുറക്കാണ്, മനസ്സിലായോ? കുറക്കാണ്, കുറച്ചിട്ട് ക്ലിപ്പ് ചെയ്യാണ്, മാവേലിൻ്റെ മേത്തേക്ക് മാത്രമായിട്ട് ക്ലിപ്പ് ചെയ്യാണ്. എന്നിട്ട് നമുക്ക് ലൈറ്റ് വരുന്ന ഏരിയാസ്, ഇപ്പോൾ ഇവിടെ നല്ല ലൈറ്റ് വരുന്നത്, അതായത് ബ്ലാക്ക് ബ്രഷ് വെച്ചിട്ട് മാവേലിൻ്റെ ബ്രഷ് ലൈറ്റ് വരുന്ന ആ ഒരു ഏരിയാസ് മാത്രം, ലൈറ്റ് വരുന്ന ഏരിയാസിൽ മാത്രം ഞാനിങ്ങനെ ബ്രഷ് വെച്ച് മായ്ച്ചു കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ബ്രൈറ്റ്നെസ് ആഡ് ചെയ്യുക, ബ്രൈറ്റ്നെസ് ആൻഡ് കോൺട്രാസ്റ്റ് അത് ആഡ് ചെയ്തിട്ട് ക്ലിപ്പ് ചെയ്യുക. എന്നിട്ട് കുറച്ച് ബ്രൈറ്റ്നെസ് കൂട്ടി കൊടുക്കുക. എന്നിട്ട് അത് കൺട്രോൾ ഐ അടിക്കുക. കണ്ടോ, ആ ഒരു എഫക്റ്റ് കൺട്രോൾ ഐ അടിച്ച് ബ്രഷ് എടുത്തിട്ട്, വൈറ്റ് ബ്രഷ് എടുത്തിട്ട് ലൈറ്റ് വരുന്ന ഏരിയാസിൽ നമ്മളിങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഇത് കണ്ട, ഇത് രണ്ടെണ്ണം കൊടുത്തപ്പോൾ മാവേലിക്ക് വന്നിട്ടുള്ള ആ ഒരു ഡെപ്ത് കണ്ട, ആ ഒരു പോസ്റ്ററിലേക്ക് ആവശ്യമായിട്ടുള്ള ഭയങ്കര തിളങ്ങി നിന്നിരുന്ന മാവേലി കുറച്ച് ഡള്ളായി, പക്ഷേ എഡ്ജിലേക്കൊരു ലീക്ക് വന്ന്. അടുത്തത് മാവേലിക്ക് ആ ഒരു ടോണ് കൊടുക്കുക എന്നുള്ളത്. മാവേലിക്ക് ഓൾറെഡി ആ ഒരു ടോൺ ഉണ്ട്, എന്നാലും നമുക്ക് ആ ഒരു ടോണ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കളർ ബാലൻസ് ആണ് എടുക്കാൻ പോകുന്നത്. എന്നിട്ട് ക്ലിപ്പ് ചെയ്യാം, കുറച്ച് റെഡ്, കുറച്ച് മഞ്ഞ. ഓക്കെ, അത് കൊടുത്തപ്പോൾ തന്നെ ഏകദേശം കറക്റ്റായി. അടുത്തത് ഈ പുള്ളിനെ എടുക്കാം. ഈ പുള്ളിൻ്റെ മേത്തും ഇതേപോലെ തന്നെ നമ്മൾ ആദ്യം എക്സ്പോഷർ എടുക്കുക, എക്സ്പോഷർ കുറച്ച് കൊടുക്കുക, ക്ലിപ്പ് ചെയ്യുക, ബ്രഷ് എടുക്കുക,
ലൈറ്റ് വരുന്ന ഭാഗത്തേക്ക് നമ്മൾ അങ്ങനെ കൊടുക്കുക. ഇവിടെ മാത്രമേ ഇട്ടു. അപ്പം ഞാനിങ്ങനെ കാണിച്ചു തരാൻ പറ്റിയതൊക്കെ ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് അടിക്കുക ചെയ്യുക, കാരണം നമുക്ക് ഭയങ്കര ലെങ്തായി പോകും. അപ്പോൾ ഞാനിങ്ങനെ എടുക്കുക. അടുത്തത് ബ്രൈറ്റ്നസ് എടുക്കുക, ക്ലിപ്പ് ചെയ്യുക, ബ്രൈറ്റ്നസ് അത്യാവശ്യം കൂട്ടി കൊടുക്കുക, എന്നിട്ട് ഹൈഡ് ചെയ്യുക, ബ്രഷ് എടുക്കുക, ബ്രൈറ്റ്നസ് വേണ്ട ഏരിയാസിൽ മാത്രം ഇത് കൂട്ടി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് കളർ ബാലൻസ് എടുക്കുക, കുറച്ച് റെഡ്, കുറച്ച് യെല്ലോ ക്ലിപ്പ് ചെയ്യുക. കേട്ടോ? അപ്പോൾ ഇതേമാതിരി എല്ലാതും ചെയ്യാൻ പോവാണ്. നോക്കിക്കോ. ഇനി നമുക്ക് കുറച്ച് ഷാഡോ വർക്കുകളുണ്ട് കേട്ടോ. ഷാഡോ വർക്കുകൾ നമുക്ക് അതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ ഷാഡോ വർക്കിലേക്ക് തന്നെ പോവാം. ആദ്യം ഈ കോലുണ്ടല്ലോ, ഈ ഒരു കോല്, അതിൻ്റെ അടിയിൽ നമുക്ക് കോലും ചെണ്ടയും തമ്മിലുള്ളൊരു ഷാഡോ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഞാനതിൻ്റെ അടിയിൽ ഒരു ബ്രഷ് എടുത്തിട്ട് 100% ഫ്ലോയിൽ ഒരു കുത്തിട്ട്, ഓക്കെ, എന്നിട്ട് അത് സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യണേ, ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് വെക്കുകയാണ്. ഓക്കെ, വെച്ചു. എന്നിട്ട് മാസ്ക് കൊടുത്തിട്ട് ഇൻവേർട്ട് എടുത്ത് ബ്രഷ് എടുത്തിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഒപ്പാസിറ്റി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ അതവിടെ ടച്ച് ചെയ്ത പോലെ ഉണ്ടാവും കേട്ടോ. കുറച്ചും കൂടി ഒന്ന് എടുത്തിട്ട് ടച്ച് ചെയ്ത പോലെ ഉണ്ടാവും. ഒന്നും കൂടി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് ചെറുതാക്കിയിട്ട് വെക്കാം. എന്നിട്ട് അതിൻ്റെ ഒപ്പാസിറ്റി ഒന്ന് കൂട്ടി കൊടുക്കാം. അതിൻ്റെ കളറ് കുറച്ചും കൂടി ഡാർക്കാക്കി കൊടുത്താൽ അത് കോൺട്രാക്ട് ചെയ്ത് നിൽക്കുന്ന പോലെ ഉണ്ടാവും. ഓക്കെ, ഈ സെയിം സാധനം എടുത്തിട്ടേ നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുപോയിടണം കേട്ടോ. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് ഇവിടെയും കൊണ്ടുവന്നിടാം. അത് നേരെ നമ്മളെ ഇതിൻ്റെ അടി കൊണ്ടുപോയിടണം, കാരണം ഇതാണല്ലോ ഈ ചണ്ടക്കോല്. ഓക്കെ, നമ്മൾ ഈ ലെയറുകളെ പറ്റിയിട്ട് നമ്മൾ മറക്കാൻ പാടില്ല കേട്ടോ. നമ്മൾ എന്താണ് നമ്മൾ ചെയ്തിട്ടുള്ള ലെയേഴ്സ് എന്നൊക്കെ, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആളാണ്. അപ്പോൾ നമുക്ക് ഈ ലെയേഴ്സ് ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലെയേഴ്സ് ചറപറ ലെയേഴ്സ് ഉണ്ടാക്കരുത്. അപ്പോൾ അങ്ങനെ ഒരു ഓർമ്മ ഉണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല. അപ്പോൾ നമ്മളെല്ലാത്തിനും ലൈറ്റ് ഒക്കെ കൊടുത്ത് ഇനി നമുക്ക് ഷാഡോസ്, ഓരോ ഒബ്ജക്റ്റിൻ്റെ മുകളിലും ഷാഡോസ് കൊടുക്കാം. കൊടുത്തുകൊണ്ടെന്നാണ്, പക്ഷേ ഷാഡോസ് ഞാനൊരു ടെക്സ്ചറായിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തത് നമ്മൾ ടെക്സ്ചർ വർക്കാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. കുറച്ചും കൂടി ഒരു ഭംഗിയാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയാണ് ടെക്സ്ചർ വർക്ക്. അതിൻ്റെ മുമ്പ് ഞാൻ ഒരു പറഞ്ഞിരുന്നില്ല, ഈ ട്രീ ശരിയാക്കാമെന്ന്. ഈ ട്രീക്ക് നമുക്ക് വേറൊരു മരം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ മരം പോയി തപ്പട്ടെ. ഞാൻ നല്ലൊരു മരം കിട്ടിയിട്ടുണ്ട്, ഞാനിവിടെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അമ്പലത്തിൻ്റെ മുകളിലാണ് വേണ്ടത്. അപ്പോൾ അമ്പലത്തിൻ്റെ ലെയർ സെലക്ട് ചെയ്യുക, എവിടെയാണെന്നുള്ളത് നോക്കുക. 7ാമത്തെ ലെയറിലാണ്. അപ്പോൾ 7ാമത്തെ ലെയറിലേക്ക് അത് കൊണ്ടുവന്നിടുക.
കാരണം ബാക്കിയുള്ള ലെയേഴ്സിനൊന്നും എഫക്റ്റ് ചെയ്യാൻ പാടില്ല. യെസ്, ഓക്കെ ആയിട്ട് അല്ലേ. നമ്മൾ ഈ അടിയത്തെ ഒരു മഞ്ഞ കളർ ഇതിന് വരുത്തണം അല്ലേ. അപ്പോൾ അതിന് നമ്മൾ ഒരു കളർ ഓവർലേ നമുക്കിതിന് കൊടുക്കാം, കളർ ബാലൻസ് ഇതിനും കൊടുക്കാം. മഞ്ഞ ചുവപ്പ്, കുറച്ച് ഹ്യൂ സാറ്റുറേഷനും കൂടി അതിനെ ആഡ് ചെയ്യണം കേട്ടോ. ഹ്യൂ സാറ്റുറേഷൻ ചെറിയൊരു മഞ്ഞ കളറിലേക്ക് പോകുന്ന രീതിയിലും കൊടുക്കാം. ഓക്കെ ഓക്കെ ഇനി നമുക്ക് എന്താ കൊടുക്കണം വെച്ചാൽ ടെക്സ്ചേഴ്സ് കൊടുക്കണം. ഓരോ ഒബ്ജക്റ്റിനും ടെക്സ്ചേഴ്സ് കൊടുക്കണം. ഈ ടെക്സ്ചർ കൊടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല ഈസി ആയിട്ടുള്ള പരിപാടിയാണ്. ഏറ്റവും മുകളിലാണ് ഞാൻ ഒരു ടെക്സ്ചറിൻ്റെ ലെയർ ആഡ് ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് നമുക്ക് ഓരോരുത്തർക്കും അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഈ ഒരു പേപ്പർ ടെക്സ്ചർ ഇതിൻ്റെ അടുത്ത് കോപ്പി എടുക്കുക, പേസ്റ്റ് ചെയ്യുക, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് റൊട്ടേറ്റ് ചെയ്യുക, ഇവിടെ കൊടുന്ന് നമ്മൾ ഫിറ്റ് ചെയ്ത് വെക്കുക. ഫിറ്റ് ചെയ്ത് വെച്ച് നമ്മളിതിൻ്റെ ഒരു എന്താ പറയുക ഒരു സോഫ്റ്റ് ലൈറ്റ് എടുത്ത് ഓക്കെ നമ്മളിത് മാസ്ക് കൊടുത്തിട്ട് ഇൻവേർട്ട് കൊടുത്ത് ഇനി നമുക്ക് ചില ഏരിയാസിലാണ് ഇതിൻ്റെ ആവശ്യം വരുന്നത്. ഇപ്പോൾ ഇത് കണ്ട ഫ്ലോ കുറക്കണം കേട്ടോ കുറച്ച്. ഈ ആനൻ്റെ ഈ ഭാഗത്ത് നമുക്ക് പ്ലെയിൻ ആയിട്ട് തോന്നുന്ന ഏരിയാസ് ഉണ്ടല്ലോ അവിടെയൊക്കെ ഇതിങ്ങനെ കുറച്ച് ഇങ്ങനെ കൊടുക്കുക. ഇത് ശരിക്കും പറഞ്ഞാൽ ഓരോ ഒബ്ജക്റ്റിൻ്റെ മുകളിലും വേണം. പക്ഷേ അത് പെട്ടെന്ന് ഉണ്ടാക്കാനുള്ളൊരു മെത്തേഡാണ്. അങ്ങനെ ഓരോ ഇതിൻ്റെ മുകളിലും നമ്മൾ ആഡ് ചെയ്യുക കേട്ടോ. അതിൻ്റെ മുകളിൽ മാവേലിൻ്റെ വയറിൻ്റെ അവിടെ ഒരു പൊടിക്കിരിക്കട്ടെ, എൻ്റെ അടിയിലൊരു പൊടിക്കിരിക്കട്ടെ. ഓക്കെ 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 ഇനി അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നും ഒരു ലൈറ്റ് വരുന്ന പോലെ കൊടുത്താൽ നമുക്ക് എല്ലാത്തിനും ഓരോ ലൈറ്റിൻ്റെ ഒരു എഫക്റ്റും നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അമ്പലത്തിൻ്റെ ഒരു ഇത് സെലക്ട് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മളൊരു ലെൻസ് ഫ്ലെയർ ആഡ് ചെയ്യുക. ഓക്കെ ഒരു ലെൻസ് ഫ്ലെയർ നമുക്ക് തപ്പിയെടുക്കാം. ഇതാ ഈ ഒരു ലെൻസ് ഫ്ലെയർ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എടുത്ത് എത്രത്തോളം റെഡി ആവുമെന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ നമ്മളത് റിമൂവ് ചെയ്യേണ്ടി വരും. അതെനിക്ക് തോന്നുന്നത് ആ പള്ളിൻ്റെ മുകളിലാണ്. അതെ പള്ളിൻ്റെ മുകളിലാണ്. പള്ളിൻ്റെ മുകളിൽ നിന്ന് എടുത്തിട്ട് നമ്മളത് സ്ക്രീൻ കൊടുക്കുക. ഓക്കെ സ്ക്രീന് കൊടുത്തിട്ട് നമ്മളൊരു കൺട്രോൾ യു അടിച്ചിട്ട് കളറൈസ് കൊടുക്കുക. എന്നിട്ട് നമ്മളതൊരു യെല്ലോ ടൈപ്പ് ടോണാക്കുക. എന്നിട്ട് കുറച്ച് ബ്ലർ കൊടുക്കുക. അത്ര റേസ് ആവശ്യമില്ല ആ ഒരു ലെൻസ് ഫ്ലെയറിന്. ഓക്കെ അങ്ങനെ കൊടുക്കുക. കുറച്ചും കൂടി വലുതാക്കാം കേട്ടോ. ഓക്കെ ഇനി നമുക്ക് ഓരോ ഒബ്ജക്റ്റിനും ഇതിൻ്റെ ഒരു ലൈറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെ കൊടുക്കുമ്പോൾ ഒന്നും കൂടി സംഭവം എടുത്ത് നിൽക്കും. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ലൈറ്റ് ലെയർ എടുക്കുക. അപ്പോൾ ഈ തെയ്യത്തിൻ്റെ ഇത് എടുക്കുക. തെയ്യം എവിടെ? തെയ്യം തന്നെ അല്ലേ? യെസ് അതിൻ്റെ മുകളിലിട്ട് നമ്മൾ ക്ലിപ്പ് ചെയ്യുക. ഒറ്റ ലെയർ ഉണ്ടാകാൻ പാടുള്ളൂ കേട്ടോ. അതിൽ തന്നെ നമ്മൾ ഫുൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഇങ്ങനെ കൊടുക്കുക. അത് നമ്മൾ ലീനിയർ ഡോട്ട്സ് ആക്കുക. അങ്ങനെ കുറച്ച് അങ്ങനെ എഡ്ജിലേക്ക് കൊടുക്കുക.
ഈ പള്ളി ബാക്കിലോട്ട് പോക്കോട്ടെ കേട്ടോ, ആ ലൈറ്റിൻ്റെ ബാക്കിലോട്ട്. ഓക്കെ, ഇനി അടുത്തത് ഈ പുള്ളിനെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം കൊടുത്ത് ഇനി നമുക്ക് ഓരോ ഒബ്ജക്റ്റിൻ്റെ ഇടയിൽ വെച്ചിട്ട് നമുക്ക് എല്ലാ ഒബ്ജക്റ്റിനും നമുക്ക് ഇനി ഗ്രൂപ്പ് ആക്കാം കേട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ നമ്മുടെ ടൈറ്റിൽ. ഓക്കെ, ടൈറ്റിൽ, ഇതും ടൈറ്റിൽ എന്തത് മലയാളം വന്നിക്കണല്ലേ. ഓക്കെ, ഇതുണ്ട് കേട്ടോ ടൈറ്റിലിൻ്റെ ഇടയിൽ, ഇതും ഗ്രൂപ്പാക്കാം ഒരുമിച്ച്. ടൈറ്റിൽ, അടുത്തത് ചെണ്ടക്കോല്. ചെണ്ടക്കോൽ 2, അതിൻ്റെ ഷാഡോ അല്ലേ. ചെണ്ടക്കോലും ചെണ്ടക്കോല്, ഇതും ചെണ്ടക്കോലാണ്. ചെണ്ടക്കോൽ ലെഫ്റ്റ് റൈറ്റ്. അടുത്തത് ചെണ്ട. ചെണ്ട റൈറ്റ് ചെണ്ട ലെഫ്റ്റ്. റൗണ്ട് ഡിസൈൻ, റൗണ്ട് മതി. ഓക്കെ, ടെക്സ്ചർ അവിടെ നോട്ടെ. ഇത് ഈ പുള്ളി. അപ്പോൾ person 1 മാവേലി, person 2 elephant, തെയ്യം, person 3. ഓക്കെ, അതൊക്കെ അതിൻ്റെ ഇടയിലുള്ളതാണ്. ഇത് മോസ്ക്, ചർച്ച്, ട്രീ, ടെമ്പിൾ, ഗ്രൗണ്ട്. ഓക്കെയാണ്, അതൊക്കെ അവിടെ നോട്ടെ, മൊത്തം ഗ്രൗണ്ടാണ്. ഗ്രൗണ്ട് ആൻഡ് ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും സംഭവങ്ങൾ നമുക്ക് റെഡിയാക്കി. അതിൻ്റെ ഇടയിലുള്ള ചില സംഭവങ്ങളൊക്കെ ഉണ്ട്, അതേപോലത്തെ ഇടയിൽ കൊടുക്കാനുള്ള സാധനങ്ങളാണ് ഇനി ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മാവേലിൻ്റെ തൊട്ട് മുകളിലായിട്ടൊരു ലെയർ ഉണ്ടാക്കണം. ആ മാവേലിൻ്റെ മുകളിലായിട്ട് നമ്മൾ കുറച്ച് ഫയർ പാർട്ടിക്കിൾസും കുറച്ച് അങ്ങനത്തെ തിളങ്ങുന്ന സാധനങ്ങളൊക്കെ ഇതിൽ ആഡ് ചെയ്യണം. ഉദാഹരണം പറഞ്ഞാൽ ഇങ്ങനത്തെ സംഭവങ്ങളുണ്ടല്ലോ, ഇതാ ഈ ഒരു സാധനം ആഡ് ചെയ്യണം. അപ്പോൾ ഞാനത് ആഡ് ചെയ്യാൻ പോവാണേ. പേസ്റ്റ് ചെയ്ത് സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കി ഇതിൻ്റെ മുകളിലാണ് ആഡ് ചെയ്യുന്നത്. റൊട്ടേറ്റ് ചെയ്ത് സ്ക്രീനാക്കി കണ്ട, നല്ല അടിപൊളിയാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാവേലിൻ്റെ മേത്ത് കൂടി അപ്പുറത്തുള്ള ആൾക്കാരുടെ മേത്ത് കൂടി ഒക്കെ ആഡ് ചെയ്യാൻ പറ്റും. ഇനി മൊത്തത്തിൽ വേണമെങ്കിൽ കൊടുക്കട്ടെ ഈ സംഭവം. കണ്ട, നൈസ് ആവില്ല അങ്ങനെ കൊടുക്കുമ്പോൾ.
യെസ്, നല്ല നൈസ് ആയിക്കോട്ടെ കേട്ടോ. പക്ഷേ ഈ ടൈറ്റിലിൻ്റെ അടിയിലാവണം എന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, ടൈറ്റിലിൻ്റെ അടിയിലാവുമ്പോഴാണ് അത് രസം വരുന്നത്. ഈ ചെണ്ട നമുക്ക് മുന്നേക്ക് എടുക്കാം, ചെണ്ടക്കോലും ചെണ്ടകളും. അപ്പോൾ നമ്മൾ മൊത്തം സെലക്ട് ചെയ്തിട്ട് ഇതിന് ഒറ്റയടിക്ക് ചെണ്ട എന്ന് പേരിടാം, അത് ഏറ്റവും മുകളിലേക്കിടാം. അപ്പം മൂന്നും നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ കിട്ടും. കണ്ടോ, അങ്ങനെയാണ് നമുക്ക് ഗ്രൂപ്പ് ആക്കുമ്പോഴുള്ള ഒരു ഉപയോഗം എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് മാവേലിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ വേറൊരു സാധനം കൂടി ആഡ് ചെയ്യാം. അതിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്യാനേ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ നമുക്ക്. കോപ്പി പേസ്റ്റ് ഇതൊന്ന് നോക്കട്ടെ. ഈ ഒരു സ്മോക്ക് ആഡ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. യെസ്, ഇത് നൈസായിട്ട് ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ. പക്ഷെ അതിന് കളർ കുറച്ച് കുറക്കണം, ഒരു ചുവപ്പ് കളർ അതിന് വരുത്തണം. യെസ്, അതിനടുത്ത് നമുക്ക് അത് മാസ്ക് കൊടുത്ത് ബ്രഷ് എടുത്ത് വൈറ്റ് കളർ അടിക്കുക, ഫ്ലോർ 19 ആക്കിയിട്ട് നൈസായിട്ട് നമുക്ക് ഇങ്ങനെ കൊടുക്കാം. അതേപോലെ ഇത് മാവേലിൻ്റെ ഒപ്പമുള്ളതാട്ടോ, അപ്പോൾ നമുക്ക് മാവേലിൻ്റെ ഉള്ളിൽ തന്നെ കൊടുക്കാം. ഓക്കെ, കണ്ട, അപ്പോൾ മാവേലിൻ്റെ ഒപ്പമായി അത്. അതേപോലെ ഈ സാധനം ഈ പേഴ്സൻ്റെ ഒപ്പമുള്ളതാണ്, നമുക്കതും അതിൻ്റെ ഒപ്പം തന്നെ കൊടുക്കാം. കണ്ട, പേഴ്സൺ വരുമ്പോൾ അതും വരും. ഇനി നമുക്ക് ഈ പേഴ്സൻ്റെ മുകളിലായിട്ട് നമുക്കൊരു ലെയർ ഇടാം. അതിനും ഇതേപോലെ എന്തെങ്കിലും ഒരു എഫക്റ്റ് കൊടുക്കണം. അപ്പോൾ ഈ ഒരു എഫക്റ്റ് കൊടുക്കാൻ പറ്റുമോ നോക്കട്ടെ നമുക്ക്. കോപ്പി പേസ്റ്റ്, അത് നമുക്ക് സ്ക്രീനാക്കി കൊടുത്തു നോക്കാം. പക്ഷേ വേണ്ട. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സ്മോക്കുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല നല്ല അടിപൊളി സ്മോക്ക് ബ്രഷുകൾ എൻ്റെ കയ്യിലുണ്ട്, അതും ഞാൻ ഇതിൻ്റെ ഒപ്പം തരാം. അപ്പോൾ ഇതും കൊടുക്കാം കേട്ടോ. ബ്രഷ് നല്ല അടിപൊളി ബ്രഷാണ് ഈ സാധനം. പുതിയ ബ്രഷ് എടുത്തിട്ട് വൈറ്റ് അല്ല വെള്ള കളർ ബ്രഷ് എടുത്താൽ 100%. കണ്ടാ, നൈസായിട്ട് നമുക്കത് കൊടുക്കാൻ പറ്റും. അവിടെ കൊടുത്ത് ഇനി ഈ പേഴ്സൻ്റെ ഉള്ളിലും നമ്മൾ പുതിയ ലെയർ ഉണ്ടാക്കിയിട്ട് ഇതേപോലെ കൊടുക്കുക. കണ്ടാ, അതേപോലെ തെയ്യത്തിൻ്റെ ഉള്ളിലും ഇതേപോലെ കൊടുക്കുക. ഇനി ആനൻ്റെ മുകളിലായിട്ട് നമ്മൾ ഇതേപോലെ പുകട്ട് കൊടുക്കുക. ഇനി ഈ പേഴ്സൻ്റെ മുകളിലായിട്ടും നമ്മൾ കുറച്ച് പുകട്ട് കൊടുക്കുക. അപ്പം മൊത്തത്തിൽ എല്ലാ അപകടങ്ങളും കൊണ്ട് മറിഞ്ഞു തന്നോളും. പിന്നെ ഈ പള്ളിൻ്റെ അടിയിലായിട്ട് ഇതേപോലെ പുകട്ട് കൊടുക്കുക. പക്ഷെ അതിൻ്റെ എന്തോ ഒരു സാധനം അവിടെ ഉണ്ടല്ലേ, നോക്കട്ടെ ഞാൻ. അത് ഇതാണ്, കണ്ടാ, ഇതാണത്. അത് നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ പകരം ഈ സാധനം കൊടുക്കാം. അപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്യാം. ബ്രഷ് എടുത്തിട്ട് കണ്ടാ, നൈസായിട്ട് അങ്ങനത്തെ സംഭവം കിട്ടി. ഇനി ഇതിന് ഒരു ഫീല് കിട്ടാൻ എന്തെങ്കിലും ഒരു ലോഗോയോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം കൊടുക്കണം. കാരണം ബാക്കിയുള്ളതിനൊക്കെ അങ്ങനത്തെ ലോഗോയും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടില്ലേ പിൻട്രസ്റ്റിൽ. കണ്ടാ, ഓരോ ക്ലബ്ബുകളുടെ പേരും ഇതൊക്കെ ആയിട്ട് 2K 24 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ സാധനങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ അതേപോലെ നമുക്ക് എന്തെങ്കിലും ഇതേപോലത്തെ ഒരു പേരോ എന്തെങ്കിലുമൊക്കെ കൊടുക്കാം. അപ്പോൾ നമുക്കൊരു അങ്ങനത്തെ ഒരു സാധനങ്ങൾ നമുക്ക് കളക്ട് ചെയ്ത് ഇത് കൊണ്ടുവന്നിടാം ഏതെങ്കിലും ഒരു പോസ്റ്ററിൽ നിന്ന്. ഇനി സെപ്പറേറ്റ് ഉണ്ടാക്കൊന്നും വേണ്ട. അപ്പോൾ നമുക്ക് തന്നെ എടുക്കാം. കോപ്പി പേസ്റ്റ്. ഈ പോസ്റ്റർ ഉണ്ടാക്കിയ ആൾക്കാർ എന്നോട് ക്ഷമിക്കണം, ഞാൻ അത് മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. കാരണം വേറെ ഉണ്ടാക്കാൻ വയ്യാത്തതുകൊണ്ടാണ്. ഓക്കെ, ഓക്കെ. അപ്പം അങ്ങനെ കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു
എഫക്റ്റ് വരുന്നത്. റീഡബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു സ്മോക്ക് ഇവിടെയും കൂടി ഒന്ന് ആഡ് ചെയ്യാം. എന്നിട്ട് അങ്ങനെ കൊടുക്കാം. ഓക്കെ, ഇനി ഇത് മൊത്തം ഒന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ, മൊത്തം ഒന്ന് സെലക്ട് ചെയ്തിട്ട് സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കുക. മൊത്തം സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കുമ്പോഴുള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്കിതിന് ക്യാമറ റോ ഫിൽറ്റർ കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് മൊത്തം സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കിയത്. ഞാൻ വേറെ ലെയർ ഉണ്ടാക്കിയിട്ട്, അതായത് ഇങ്ങനെ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം ഇങ്ങനെ മൊത്തം ലെയർ ഉണ്ട് കരുതുക. ഞാൻ അങ്ങനത്തെ ഒരു ലെയർ എടുത്തിട്ട് അത് സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കിയാൽ പിന്നെ കാര്യമില്ല. എനിക്കിപ്പോൾ ഇതിന് സ്മാർട്ട് ഒബ്ജക്റ്റ് ക്യാമറ റോ ഫിൽറ്ററിൽ ഇതിൽ ഓരോ സാധനങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് എനിക്കെന്തെങ്കിലും എഡിറ്റിംഗ് വേണമെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ അതിൽ കുറേ ക്യാമറ എഡിറ്റിൽ കുറേ ഷാർപ്പും കാര്യങ്ങൾ കൊടുത്ത് പിന്നെ എനിക്ക് തോന്നുകയാണ് ഈ ചങ്ങാതിൻ്റെ മേത്ത് കൊടുത്തിട്ടുള്ള ഈ പാർട്ടിക്കിൾസ് കുറച്ച് ഓവറായിന്ന്. അപ്പോൾ എനിക്കത് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ മറ്റേൽ പോയിട്ട് വീണ്ടും സ്മാർട്ട് ക്യാമറ റോ കൊടുക്കണ്ടേ. അപ്പോൾ അതിന് പകരം ഇങ്ങനെയും ചെയ്യാം. പറയും പോലെ കുറച്ച് പാർട്ടിക്കിൾസ് കുറച്ച് കൂടുതലാണ് കേട്ടോ. ചങ്ങാതിൻ്റെ മേത്തുള്ളതല്ല, അത് ഈ പാർട്ടിക്കിളാണ് അല്ലേ, ഈ പാർട്ടിക്കിളാണ്. അല്ല, ആ പാർട്ടിക്കിളല്ല, അത് മാവേലിൻ്റെ മുഖത്തുള്ള പാർട്ടിക്കിളാണ്. ഓക്കെ, അത് നമ്മളെ കുറച്ച് കുറക്കണം. യെസ്, അവിടെ നോട്ടെ. ഇപ്പോൾ കറക്റ്റായി. സേവ് ചെയ്യുക. ഇനിയിപ്പോൾ സേവ് ചെയ്യുമ്പോൾ അപ്പുറത്ത് വന്നോളും. ഓക്കെ, ഇത് വേണ്ട, അത് സേവായി. ഇനി നേരെ നമ്മൾ ക്യാമറ റോ ഫിൽറ്റർ എടുക്കുക, സൂം ചെയ്യുക. എനിക്കിതിൽ കുറച്ച് കോൺട്രാസ്റ്റ് കുറച്ച് വേണം. പിന്നെ അതേപോലെ ഷാഡോസ് കുറച്ച് ഒഴിവായി കിട്ടണം. ബ്ലാക്കും കുറച്ച് കൂട്ടണം. കുറച്ച് വൈബ്രൻസ് ഉണ്ടായിക്കോട്ടെ, ടെമ്പറേച്ചർ ഉണ്ടായിക്കോട്ടെ, കാരണം ആ ഒരു യെല്ലോ ടോൺ ഉണ്ടായിക്കോട്ടെ. ഇനി ടെക്സ്ചേഴ്സ് അത്യാവശ്യം മതി. ക്ലാരിറ്റി കുറച്ച് മതി. ഡീഹൈസ് വേണമെങ്കിൽ കുറച്ച് കുറക്കുക. വിനീറ്റ് ഇപ്പോൾ വേണ്ട. വിനീറ്റ് എന്താ വെച്ചാൽ ഇത് മൊത്തമല്ലേ കാണിക്കുന്നത്, ഇതിൻ്റെ സ്മാർട്ട് ഒബ്ജക്റ്റുകൾ മൊത്തം ഉണ്ടായില്ല. ടെക്സ്ചേഴ്സ് കുറച്ച് ഗ്രെയിൻ, ഇനി കുറച്ച് ഗ്രെയിൻ കൊടുക്കാം കേട്ടോ. ഒരു പൊടിക്ക് ഗ്രെയിൻ ഉണ്ടായിക്കോട്ടെ, ഒരു ഒറിജിനാലിറ്റി തോന്നാൻ വേണ്ടിയിട്ട്, ഈ ലെയേഴ്സ് തമ്മിലുള്ളൊരു ബ്ലെൻഡിങ് തോന്നാൻ വേണ്ടിയിട്ട് ഗ്രെയിൻസ് നമുക്ക് കുറച്ച് കൊടുക്കാം കേട്ടോ. ഓക്കെ, ഗ്രെയിൻസ് കൊടുത്ത് ഇനി നമ്മൾ ഷാർപ്പൻ കൊടുക്കാം. നല്ല ഷാർപ്പായിട്ട് നിന്നോട്ടെ. ഓക്കെ, നോയ്സ് റിഡക്ഷൻ വേണ്ട. ഇത്രയും സംഭവങ്ങൾ മതി. ഇപ്പം തന്നെ ഒരു ടൈപ്പ് സാധനം വന്നിട്ടുണ്ട്. കുറച്ചും കൂടി ടെമ്പറേച്ചർ ഉണ്ടായിക്കോട്ടെ. അതേപോലെ കളർ മിക്സറിൽ ഇതിൻ്റെ മിഡ് ടോൺസ് ഒരു ചെറിയൊരു ഒരു റെഡിലേക്ക് പോയിക്കോട്ടെ. ഓക്കെ, കഴിഞ്ഞ് കണ്ടാ. അപ്പോൾ അത് റെഡിയായി. ഇങ്ങനെയാണ് നമ്മുടെ പൂരം ടൈപ്പ് പോസ്റ്റേഴ്സ് ഉണ്ടാക്കുക. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കുറച്ച് ഫാസ്റ്റാണെന്ന് എനിക്കറിയാം, കാരണം ഇത് ഭയങ്കര ഇൻഡെപ്തായിട്ട് പോകാൻ നിന്നാൽ ഇനിയും കുറേ ഇമ്പ്രൂവ്മെൻറ്റ്സുകൾ ഇതിലുണ്ട് കേട്ടോ. പക്ഷേ ഭയങ്കര ഇൻഡെപ്തായിട്ട് പോകാൻ നിന്നാലേ നല്ല ടൈം എടുക്കും. പക്ഷേ ഇതിൽ നിന്നും നിങ്ങൾക്ക് ഏകദേശം ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലായി വിചാരിക്കുന്നു. അതായത് ഇപ്പോൾ ടൈറ്റിൽ ക്രിയേഷൻ, ഇപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ടൈറ്റിൽ ഉണ്ടാക്കുക, അതിൻ്റെ ഡോക്യുമെൻറ്റിൻ്റെ സൈസ്, ഒബ്ജക്റ്റുകൾ അറേഞ്ച് ചെയ്തിട്ടാണ് പിന്നീട് ടെക്സ്റ്റേഴ്സും ലൈറ്റും കളറൊക്കെ ആഡ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഇത്രയും സാധനങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം, ഇതിൻ്റെ അടിയിൽ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു. അപ്പോൾ അടുത്തൊരു വീഡിയോ ചെയ്യുമ്പോൾ കാണാം. ഓക്കെ.